അറിയാത്തതുകൊണ്ട് ചോദിക്കുക. ജഗൻ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്? ജഗന് വേറെ ജോലിയൊന്നുമില്ലേ? വിളിക്കാത്തടത്ത് ഇങ്ങനെ വലിഞ്ഞു കയറി ശല്യം ചെയ്യുന്നതും എന്തവകാശത്തിന്റെ പുറത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവകാശമുണ്ട്. അച്ഛൻ എന്തെങ്കിലും ആപത്ത് വന്നാ ഇവിടെ ഓടിയെത്തി സഹായിക്കാനും ഒരു കൈത്താങ്ങാവാനും ജഗൻ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ആൺമക്കൾ വെറും നോക്കുകുത്തികളായി മാറി നിൽക്കുന്നവരാണ്. മാത്രമല്ല, നമ്മൾ അമ്മയെ സ്വന്തം അമ്മയായി കാണുന്ന ജഗൻ പല ആപത്ഘട്ടങ്ങളിലും അമ്മയെ സഹായിച്ചിട്ടുള്ള ആളാ. അതൊക്കെ പോരെ ജഗൻ ഇവിടെ അവകാശം പറഞ്ഞിട്ട് കയറി വരാൻ? ഒറ്റപ്പെട്ടു പോയ പല സമയത്തും ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിച്ചത് ജഗന. അല്ലാതെ കൂടെ പിറന്ന ഏട്ടനും അനിയനും ഒന്നുമല്ല. നിന്റെ കടിഞ്ഞാണില്ലാത്ത പോക്ക് നിയന്ത്രിക്കാനേ ഈ വീട്ടിൽ ആരുമില്ല. ഇപ്പോ ജഗന്റെ കയ്യിലല്ലേ നിന്റെ നിയന്ത്രണമല്ല. അത് തന്നെയാ നിന്റെ അധപ്പതനം. മര്യാദക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കില്ല നീ. ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും കടിഞ്ഞാനില്ലാത്തവനാ വന്ദനയുടെ കടിഞ്ഞാനിന് കുറ്റം പറയുന്നത്. നിനക്ക് ആഹാരം വേണമെങ്കിൽ മിണ്ടാതിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോ. ഇല്ല, ഞാൻ കഴിക്കുന്നില്ല. എന്ത് പിണ്ണാക്കാണാനടി നിൽക്കുന്നേ? വാ. ഓഹോ, പ്രകാശം കഴിക്കാൻ എനിക്ക് പോയല്ലേ? എങ്കിൽ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ആഹാരം വേണ്ട. ആഹാ, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ശരിയല്ല. ആ അല്ല, പിന്നെ എച്ചി എന്ന് വെച്ച് തന്നെ. അച്ഛാ, ഇതൊക്കെ ഒരു വഴിക്കങ്ങ് പോവും. ദേഷ്യം വരുമ്പോ ചിലർക്ക് സ്വബോധം നഷ്ടപ്പെടും. ഇവിടെ അതാ സംഭവിച്ചത്. എനിക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം വരെ പ്രകാശിട്ടം മറന്നു. എന്റെ പെങ്ങളെ കെട്ടിച്ചയച്ച വീടല്ലേ. അവളുടെ കുടുംബകാര്യത്തിൽ അവളുടെ ആങ്ങളേക്ക് ഇടപെടാമല്ലോ. അച്ഛൻ ഇതൊക്കെ വിട്ടേക്ക്. അച്ഛൻ ആഹാരം കഴിക്കും. അവൻ കഴിക്കാതെ പോയല്ലോ. നാശങ്ങള് ജീവിക്കാൻ സമ്മതിക്കില്ല. എന്തിനും പോന്നൊരു ജഗനും കുടുംബം മുടിക്കാൻ പറഞ്ഞ വന്ദനയും. ഈ വീട്ടിലൊരു ഈ ചനങ്ങിയാൽ ജഗൻ അറിയും. കുറച്ചു മുമ്പ് പ്രകാശൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? സാരോപദേശം തട്ടിവിട്ട് തമ്മിൽ തല്ലിക്കുന്നവളാ ഞാനെന്ന്. അവൻ തന്നെ അത് പറയണം. അവന്റെ മലവും മൂത്രവും കുറെ ചുമന്നിട്ടുള്ളവളാ ഞാൻ. അതൊക്കെ അവനങ്ങ് മറന്നു. പണ്ടവൻ വാശി പിടിച്ച് പിണങ്ങിക്കിടക്കുമ്പോ കഥകള് പറഞ്ഞൂട്ടിയവളാ ഈ കളവി. ആ പൊണ്ണത്തടിയാ ഇപ്പോഴും അവൻ കൊണ്ടു നടക്കുന്നത്. ചന്ദ്രിക, അവൻ തന്നെ ഇത് പറയണോടി. അവൻ തന്നെ പറയണം.
അതിന്റെ പേരിൽ പ്രകാശന്റെ മേലെ കുതിര കയറാന്ന് വിചാരിച്ചാലുണ്ടല്ലോ അത് നടക്കില്ല. യുവജന നേതാവാണ് പോലും. ഭരണവും മേൽക്കോയ്മയൊക്കെ പുറത്തു മതി. മാധവന്റെ വീട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലെ അവൻ തലയിടിച്ച് കേറ്റണ്ട. അങ്ങനെ ഒരു മോഹം അവനുണ്ടെങ്കിലേ അവന്റെ തലയടിച്ച് ഞാൻ പൊട്ടിക്കും. പ്രകാശനെ ഒരു മോന്റെ മോനും വിഷയമല്ല. എന്തിനിങ്ങനെ കാറി കൂവുന്നേ? എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കേണ്ടവനാ നിങ്ങള്. അച്ഛന്റെ മൂത്ത സന്തതിയാണെന്നല്ലേ പറയുന്നേ? എന്നിട്ട് നിങ്ങൾ ആഹാരം കഴിക്കാതെ പിണങ്ങി പോവാണോ? നിർത്തണേ. അച്ഛനെ ഊട്ടിക്കാൻ ജഗനും വന്ദനയുണ്ടല്ലോ. വിളമ്പിക്കൊടുക്കേണ്ട സർവന്റായ നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ ഉള്ള സമാധാനം കൂടി കളയാനോ? നിങ്ങളല്ലേ എല്ലാവരുടെയും സമാധാനം കളഞ്ഞ് ആവശ്യമില്ലാത്ത ബഹളം ഉണ്ടാക്കിയത്? ആവശ്യമുണ്ടായിട്ട് തന്നെയടി. നീയും നിന്റെ മോനും അനുഭവിക്കേണ്ട കാശ ആ തെമ്മാടി തട്ടിയെടുക്കാൻ നോക്കിയത്. സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ ആ പണമൊക്കെ ബാറുകളിലും ക്ലബുകളിലൊക്കെ വീതം വെച്ച് പോയേനെ. ജഗനും വന്ദനയും വിയർപ്പൊഴുക്കിയ കാശല്ല ഇത്. അവർക്കൊക്കെ മാന്യത നടിച്ച് മിണ്ടാതിരിക്കാം, മേനി പറയാം. എനിക്കതിന് പറ്റില്ല. പണമുണ്ടാക്കുന്നവന്റെ ദണ്ണം അത് അനുഭവിച്ചവനെ അറിയും. അത് 3 നേരം വെറുതെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന നിനക്കും അറിയില്ല. അതുകൊണ്ടാ നീ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നടക്കേണ്ടത് നടന്നു. നമ്മുടെ പണമൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. അച്ഛനെ അമ്മയും വിഷമിപ്പിക്കാതെ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. വേണ്ട, എനിക്ക് പച്ചവെള്ളം പോലും വേണ്ട. ഉള്ളതെല്ലാം ഊറ്റിയെടുത്തിട്ട് ഭാര്യ വീട്ടിൽ കയറി കൂടിയില്ലേ പെരുങ്കള്ളൻ മനോജ്. അവൻ വന്നെന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. എന്നിട്ടേ ഞാൻ എന്തിനും സഹകരിക്കൂ. അനിയനാണ് പോലും അനിയൻ. ഇതുപോലുള്ള ഒരു പെരുങ്കള്ളനെയാണല്ലോ ഞാൻ ഒപ്പം കൂട്ടിയത്. ഒരുപക്ഷെ ആദ്യത്തെ തവണയായിരിക്കില്ല, പലപ്പോഴായിട്ട് പലതവണ കട്ടെടുത്തിട്ടില്ലെന്ന് ആര് കണ്ടു? ഞാൻ കഷ്ടപ്പെട്ട പണം പലപ്പോഴായിട്ട് അവൻ ഇസ്കീട്ടില്ലെന്ന് ആർക്കറിയാം? എണ്ണി തിട്ടപ്പെടുത്തണം. തിട്ടപ്പെടുത്തണം. ഉടനെ ബാങ്കിൽ ഒരു ലോക്കർ തുടങ്ങണം. എന്നിട്ട് അതിൽ വെച്ച് പൂട്ടാം. നിങ്ങൾക്ക് എന്തിനാ ലോക്കർ? അക്കൗണ്ടിൽ ഇട്ടാ പോരെ? അതൊക്കെ ഭാവിയിൽ കണക്ക് കാണിക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. സത്യം പറ, നീയോ നിന്റെ മോനോ ഇതിൽ നിന്ന് കാശടിച്ച് മാറ്റിയിട്ടുണ്ടോ? എന്താ ഈ പറയുന്നേ? ഞാൻ അത്തരക്കാരിയൊന്നുമല്ല. നീയോ നിന്റെ മോനോ അതെനിക്കറിയില്ല. പക്ഷേ അവൻ കക്കും. അവൻ പലപ്പോഴായിട്ട് എന്റെ പണത്തിൽ കണ്ണുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അല്ലേ മോൻ? അതുകൊണ്ട് വിത്ത് ഗുണം 10 ഗുണം. അച്ഛന്റെ സ്വഭാവം അവനും കിട്ടാതിരിക്കും. കൺമുമ്പിന്ന് വളിച്ച കോമഡി പറയാതെ ഇറങ്ങിപ്പോടി. പ്രകാശേട്ടാ, ഒരു പഴമൊഴിയുണ്ട്, പറയട്ടെ? പറഞ്ഞു തൊലക്കടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടാകും സൗരഭ്യം. ഇനി ഞാനിത് എവിടെ കൊണ്ട് ഒളിപ്പിക്കും? ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ. ജഗൻ,
എന്താ വന്ദനെ? അല്ല, പ്രകാശേട്ടൻ ജഗനോട് മോശമായിട്ട് പെരുമാറി. എനിക്കിത് നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. പ്രകാശേട്ടന് വേണ്ടി ഞാൻ ജഗനോട് മാപ്പ് ചോദിക്കുന്നു. അതിൻ്റെ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടാൻ പാടില്ലായിരുന്നു. ആ തിരിച്ചറിവില്ലാതെ പോയതിൻ്റെ പ്രശ്നം അത്. അങ്ങനെയാണ് ജഗനെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗമായിട്ടല്ലേ? ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇടപെട്ടത്. എന്നോടുള്ള അടുപ്പം കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വന്ദനി ഒപ്പം നിന്നില്ലേ? അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് വന്ദനയ്ക്ക് നന്ദി പറയാം ഞാൻ. എനിക്ക് പ്രകാശനോട് പരാതിയും ദേഷ്യമൊന്നുമില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നല്ലൊരു ചങ്ങാതി കട്ടയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി, അത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അത് ഞാൻ വന്ദനയിലൂടെ അനുഭവിച്ചു. അത് മതി. ഒരുപക്ഷെ അതിന് പകരമായിട്ട് വന്ദന എനിക്ക് നേരെ മുഖം വീർപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വല്ലാതെ തളർന്നു പോയേനെ. പക്ഷേ അതുണ്ടായില്ലല്ലോ. നന്ദി. മാധവേട്ട ചായ. ആ, ചായ വേണ്ട ചന്ദ്രു. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. ആഹാരം കഴിക്കാൻ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ചായ എങ്കിലും കുടിക്ക്, ശരീരത്തിൽ ഉയര് കിടക്കട്ടെ. മാധവേട്ടൻ തളർന്ന് ഞാനും തളരും. ഞാൻ തളർന്ന് ഈ കുടുംബം മുഴുവൻ തളരും. സ്വന്തം കുടുംബത്തിന് വേണ്ടിയാ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. ഒരു മെക്കാനിക്കിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് 5 മക്കളെ നമ്മൾ അല്ലലില്ലാതെ വളർത്തിയില്ലേ? ചന്ദ്രുവിനറിയോ, സ്നേഹിച്ച് വിവാഹം കഴിച്ചാൽ അവകാശപ്പെട്ട സ്വത്ത് കിട്ടാതിരിക്കാനുള്ള കാരണമായി ഒരു കോടതിയും വിധിക്കില്ല. ഇന്ന് വരെ വിധിച്ചിട്ടുമില്ല. എന്നിട്ടും ചന്ദ്രുവിന്റെ വീട്ടുകാർക്കെതിരെ ചന്ദ്രുവിന് അവകാശപ്പെട്ട സ്വത്തിനു വേണ്ടി നിയമപരമായ വഴികളൊന്നും നമ്മൾ നോക്കിയിട്ടുമില്ല. കേസിന് പോവുകയോ ആരെയും കോടതി കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിയർപ്പിന്റെ ഉപ്പുരസമുള്ള വഴിയിൽ തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടി. കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞ് എന്റെ കുടിലേക്ക് വന്ന നീ ഇന്ന് വരെ ഒരു കുറവുകളും പറഞ്ഞിട്ടില്ല. എന്നെ തോൽപ്പിക്കാതിരിക്കാൻ എന്റെ ചന്ദ്രു മനഃപൂർവ്വം പറയാതിരിക്കുന്നതായിരിക്കും അല്ലേ? എല്ലാം സഹിച്ചിട്ടും പൊറുത്തിട്ടും നമ്മുടെ കൺമുന്നിൽ തന്നെ എല്ലാം തകർന്നു വീഴുകയാണല്ലോ ചന്ദ്രു. പല കുടുംബങ്ങളിലും ഇതുപോലെ വഴക്കും പിണക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് മാധവേട്ട. അവരും ജീവിക്കുന്നില്ലേ? അതുപോലെ നമ്മളും മുന്നോട്ട് പോണം. എല്ലാ പ്രശ്നങ്ങൾക്കും കാലം പരിഹാരം കാണും. സമാധാനിക്കാം. വന്ദനെ കുറ്റം പറയാതെ ഹരിതയെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. നിരപരാധിയായ പാവം വന്ദനയെ കുറ്റം പറയാനും മനസ്സ് വരുന്നില്ല. വന്ദനെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ അവളെ നമ്മളെ രക്ഷപ്പെടുത്തുന്നു ഹരിതയ്ക്ക് തോന്നും. എല്ലാം കൂടി എന്റെ തല പെരുക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞ തല്ലാനും വയ്യ കൊല്ലാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് നമ്മളൊക്കെ. മാധവ, കുറുപ്പിന്റെ കടുവാക്കൂട്ടിലേക്കാ മനോജ് പോയിരിക്കുന്നത്. അയാൾ ഇനി ഹരിത ഇങ്ങോട്ട് വിടുമെന്നും എനിക്ക് തോന്നുന്നില്ല.
എന്റെ മോൻ ഭാര്യ വീട്ടിൽ കിടന്ന് തോട്ടിപ്പടിക്കാരനാകുന്നത് സഹിക്കാൻ പറ്റുമോ നിനക്ക്? ആ, ചെല്ലു മക്കളെ. ശ്യാമേ, വാട്ട് എ സർപ്രൈസ്. ഇങ്ങനൊരു മീറ്റിംഗ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനം കണ്ടത് എവിടെ വെച്ചാ? ക്ഷേത്രത്തിൽ ഞങ്ങളൊരു പൂജ നടത്തിയ ദിവസം അവസാനമായിട്ട് ശ്യാമിനെ കണ്ടത്. അന്ന് ഏതോ പൂജ നടത്താൻ ശ്യാം അച്ഛനോടൊപ്പം വന്നിരുന്നു, ഓർക്കുന്നില്ലേ? മറന്നിട്ടില്ല. അന്ന് അച്ഛൻ നിങ്ങളോടൊക്കെ വളരെ മോശമായിട്ടല്ലേ പെരുമാറിയത്. വല്ലാതെ നാണം കെടുത്തി കളഞ്ഞു. അച്ഛൻ്റെ അവിവേകത്തിന് ഞാനിപ്പോൾ മാപ്പ് ചോദിക്കുക വർഷം. അതിന്റെ ഒന്നും കാര്യമില്ല ശ്യാമേ. എന്റെ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയൊക്കെ ശ്യാമിന്റെ അച്ഛൻ നാണം കെടുത്തി, ശരിയാ. പക്ഷേ ശ്യാം എന്റെ സ്വന്തം അമ്മാവിന്റെ മോനാണെന്നുള്ള സത്യം അറിയാൻ കഴിഞ്ഞില്ലേ? നമുക്കിനി ആ അധികാരത്തിൽ ഇടപെടാലോ. അപ്പോ എന്റെ മുറച്ചെറുക്കനായിരുന്നു ശ്യാം. അപ്പോൾ എല്ലാ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് ഇതാണല്ലേ? അച്ഛനെന്ന് മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് നമ്മൾ ബന്ധുക്കളാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ശ്യാമേ, നീ നന്നായി മെലിയിരിക്കുക. പഴയ സ്മാർട്ട്നെസ്സും ഗ്ലാമറും ഒന്നും നിന്റെ മുഖത്ത് കാണുന്നില്ല. നിനക്ക് എന്ത് പറ്റി ശ്യാമേ? വർഷ കോളേജിൽ നിന്ന് പോയതിനു ശേഷം ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. ഈ ഏകാന്തതയാണ് ഇപ്പം എൻ്റെ പ്രശ്നം. ഓ, അതാണോ? ശ്യാമേ, ഈ ഏകാന്തതയാ പലരെയും വലിയ കവികളും സാഹിത്യകാരന്മാരൊക്കെ ആക്കിയിട്ടുള്ളത്. വേണ്ട, വെറുതെ കളിയാക്കാൻ നിൽക്കണ്ട. എഴുതാൻ തുടങ്ങിയാൽ ഞാനേ രമണഞ്ഞ വെല്ലുന്ന വിലാപകാവ്യം എഴുതും. അതുകൊള്ള എന്തോ പ്രണയനൈരാശ്യം ഉണ്ടെന്ന് തോന്നല്ലോ. ഞാനറിയാതെ വല്ല പ്രേമത്തിലും ചെന്ന് ചാടിയും. ഏയ്, നീയുമായിട്ടുള്ള സൗഹൃദം എന്നേക്കുമായി കൈവിട്ടു പോകുന്നുള്ള തോന്നലായിരുന്നു എനിക്ക്. അതെന്ത് പറച്ചില്ല ശ്യാമേ? നമ്മൾ തമ്മിലുള്ള സൗഹൃദം അങ്ങനെയുള്ളതാണോ? നീ എന്റെ ചങ്ക് ഫ്രണ്ട് അല്ലേ? പോരാത്തതിന് ഇപ്പൊ ബന്ധുവും. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും എന്നെ വിളിക്കാം. എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. എന്നെ നീ ഫ്രണ്ടായിട്ട് കരുതുമ്പോൾ എനിക്കെന്താ വർഷം അതിന് കഴിയാത്ത? ബന്ധവും സ്വന്തവും ഒക്കെ മനസ്സിലാക്കും മുമ്പേ നിന്നെ പ്രണയിച്ചു തുടങ്ങിയതാ ഞാൻ. അതിനിടയിൽ നിന്റെ ചിന്ത മറ്റെവിടേക്കാ പോയത്? ഏയ്, മറ്റൊരിടത്തേക്കും പോയില്ല. നമ്മളൊരിക്കലും പിരിയാത്ത ഫ്രണ്ട്സ് ആണല്ലോ എന്ന് ആലോചിച്ചതാ. ഫ്രണ്ട്സിനും അപ്പുറം കൂടപ്പുറപ്പാന്ന് കരുതിക്കും. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കുമ്പോൾ നീ പഴയതുപോലെ ഫോൺ എടുക്കാതിരിക്കരുത്. ഇല്ല.
പോട്ടെ